യേശുവിൽ പ്രിയപ്പെട്ടവരെ, കൊച്ചുകുട്ടികളുടെ കസേരകളി. മ്യൂസിക് അവസാനിക്കാറായി. എല്ലാവരും ഇരിക്കാൻ ശ്രമിച്ചു. അവസാനമായി ഇരിക്കാൻ ശ്രമിച്ച കുട്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കസേര കിട്ടാതെ പുറത്താകുന്ന കുട്ടി വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് സീറ്റ് കൊടുത്തിട്ട് ഈ കുട്ടി പുറത്താകുകയാണ്, സ്വയം തോറ്റു കൊടുക്കുകയാണ്. ആ പ്രവൃത്തി കണ്ട് മറ്റ് ടീച്ചേഴ്സ് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അവൻ കസേരകളിൽ തോറ്റെങ്കിലും അവനാണ് യഥാർത്ഥ വിജയി. പ്രിയപ്പെട്ടവരെ, തോറ്റു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത് എന്ന് ഇന്നത്തെ വചനം സൂചിപ്പിക്കുന്നു. ഈശോ കുരിശിൽ കിടന്നപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവിടെ കുരിശിനടുത്ത് നിന്നവർ പരിഹസിച്ച് വിളിച്ചു പറഞ്ഞു, നീ ദൈവത്തിനാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വാ, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കാം. അന്ന് ഈശോ ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈശോ നമ്മുടെ നാഥനും രക്ഷകനുമായി മാറില്ലായിരുന്നു. അന്ന് ഈശോ തോറ്റുകൊടുത്തു, സ്വയം കുരിശിൽ മരിച്ചു. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ രക്ഷകനാണ്, നാഥനാണ്, ലോകം മുഴുവൻ അവിടുത്തെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തോറ്റുകൊടുക്കാൻ മനസ്സുള്ളപ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമാണ്. നിരന്തരം വിജയിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് പരാജയങ്ങളിൽ നമുക്ക് ദുഃഖമുണ്ടാവുക. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.